ഒരിക്കൽ ഒന്നു കൊടുക്കുന്ന സമയം കുളത്തിന് ഒന്നു കൊടുക്കാൻ മമ്പുറത്തുപ്പാപ്പ നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നു കൊടുക്കുന്ന വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഒന്നു എടുക്കുന്ന വെള്ളം കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. അന്ന് കഅബ ഷരീഫിന് മക്കയില് തീപിടുത്തമുണ്ടായപ്പോ മമ്പുറത്തെ തങ്ങളുപ്പാപ്പ മമ്പുറത്തെ പള്ളിയിൽ നിന്ന് വെള്ളം ഒഴിക്കേ. വെള്ളം ഇങ്ങനെ ഒഴിക്കല്, ആ വെള്ളം അത് അവിടെ എത്തുകയാണ്. മഹാന്മാർ അങ്ങനെ നമുക്ക്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, മഹാന്മാർ അങ്ങനെയാണ് എന്നുള്ളതാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ബയാർ ഹാഫിദ് ഉസ്താദ് എന്നാണ് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ബയാർ ഹാഫിദ് ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, വിശേഷിപ്പിക്കപ്പെടുന്നത്. മമ്പുറത്ത് നിന്നിട്ട് കുടത്തിൽ ഒന്നുണ്ടാക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കോരിപ്പാരിയാണ്. ഇങ്ങനെ വെള്ളം പടിഞ്ഞാട്ട് ഇങ്ങനെ കോരിപ്പാർന്നപ്പോ അത് നേരെ മക്കത്ത് പോയിട്ട് വീണു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിന്റെ ലോജിക്ക് എന്താണ്, ഇത് എങ്ങനെയാണ് വിശ്വസിക്കുക എന്നൊന്നും ചോദിക്കണ്ട. അത് അവർക്കും അറിയില്ല. കാര്യം ഇതുപോലെയുള്ള മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് ഇവര് ജനങ്ങളെ പുളകിതരാക്കിയിട്ട് അവിടുന്ന് പിരിവും വാങ്ങി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. മമ്പുറം സയ്യിദ് അലവി തങ്ങള് അങ്ങനെ ഒരു അത്ഭുത പ്രവർത്തനം നടത്തിയെന്ന് ഹയാത്ത് കാലത്ത് ആരും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മമ്പുറം തങ്ങളുടെ വഫാത്തിന് ശേഷവും ഇങ്ങനെ ഒരു കഥയൊന്നും ആരും പറഞ്ഞിരുന്നില്ല. ഈ അടുത്ത കാലത്ത് ഏതൊക്കെ മൗലൂദ് കിതാബിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരത് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? ജാറ വ്യവസായത്തിന്റെ ആ ഒരു അഭിവൃദ്ധിക്കും വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഇദ്ദേഹം തന്നെ ഇതേ വേദിയിൽ നിന്നുകൊണ്ട് മറ്റൊരു ബ്ലണ്ടർ അടിക്കുന്നുണ്ട്. അത് കാന്തപുരത്തെ അറസ്റ്റ് ചെയ്തപ്പോ കുണ്ടൂർ ഉസ്താദ് പോയിട്ട് മമ്പറത്തെ തങ്ങളെടുത്ത് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇറക്കി വിട്ട കഥയാണ്. അത് പറഞ്ഞ് കേൾക്കാൻ തന്നെ വലിയ രസമാണ്. ഏതായാലും ഇവര് പറയുന്ന ആഷിഖ് റസൂൽ എന്നൊക്കെ പേരെടുത്ത് വിളിക്കുന്ന കുണ്ടൂർ ഉസ്താദാണ് ഈ കാര്യങ്ങൾ പോയി പറഞ്ഞത് എന്നാണ്. എന്താ അങ്ങനെ വലിയ വിലായത്തുണ്ടിച്ചെങ്കിൽ കുണ്ടൂർ ഉസ്താദിനാണ്ട് ചെയ്താൽ പോരെ? അല്ലെങ്കിൽ ഇവര് വലിയ ഔലിയാക്കാൻ നടക്കുന്ന കാന്തപുരത്തിനാണ്ട് ഇറങ്ങിപ്പോന്നാ പോരെ അല്ലേ? അതൊന്നും അപ്പൊ പറ്റൂല, പിന്നെ പറ്റുന്നുള്ളതാണ്. ഇനി നോക്കിക്കോളി, അദ്ദേഹം പറയുന്ന ആ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഉസ്താദ് അവറുകളെ അന്ന് ജയിലിൽ എന്തോ ഒരു കള്ളക്കേസിൽ കുടുങ്ങിപ്പോയി. സുൽത്താനുൽ ഉലമ ഉസ്താദിന് വഹാബികളൊക്കെ കൂടിയിട്ട് സുബ്ഹാനല്ലാഹ് എന്തോ ഒരു കള്ളക്കേസിൽ കുടുക്കി. പോലീസ് വന്ന് സുൽത്താനുൽ ഉലമ ഗൾഫിൽ സുബ്ഹാനല്ലാഹ് ജയിലിലായി. അന്ന് മഹാനായ കുണ്ടൂർ ഉസ്താദ് ആശിഖുർ റസൂൽ, കുണ്ടൂർ ഉസ്താദിന് അറിയില്ല ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ എന്ന മദ്ഹ് എഴുതിയ ആശിഖുർ റസൂലായ കുണ്ടൂർ ഉസ്താദ് മമ്പുറത്തെ പള്ളിയിൽ വന്നു, മമ്പുറത്തെ മഖാമിൽ വന്നു. അന്ന് മമ്പുറം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ആ സമയത്ത് കുണ്ടൂർ ഉസ്താദ് അതാ മമ്പുറത്തെ പള്ളിയുടെ കവാടത്തിന്മേ മമ്പുറത്തെ മഖാമിൽ കയറുന്ന സ്റ്റെപ്പിലങ്ങ് വന്നിരുന്നു. ഒരു മമ്പുറത്തെ തങ്ങളെ മഖാമിലേക്ക് നോക്കിയിട്ട് കുണ്ടൂരുസ പറയേ, തങ്ങളെ മമ്പുറത്തോലെ തങ്ങളുപ്പാപ്പ ശൈഖുന എ.പി. ഉസ്താദിനെ ജയിലിൽ അങ്ങ് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് ഇറങ്ങണം. അതൊന്നും എന്ത് വിഷയായാലും ശരി അത് അവിടുന്ന് ഇറങ്ങണം. മഹാനവറുകളെ കള്ളക്കസി കൊടുക്കിയതാ. അതുകൊണ്ട് അവിടുത്തെ പോലീസ് കൊണ്ട് കറാമത്ത് കൊണ്ട് ശൈഖുന എ.പി. ഉസ്താദ് അവിടുന്ന് ഇറങ്ങണമെന്ന് കുണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയുടെ മഖാമിൽ ചെന്നങ്ങ് പറഞ്ഞു. അത് പറഞ്ഞ ശൈലി വേറൊരു ശൈലിയാണ്. ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. ഇന്നിപ്പോ ട്രോളുകളെ കാല. പക്ഷെ എനിക്കൊരു ട്രോളിലും പേടിയില്ല കേട്ടോ. അള്ളാഹിനെ പേടിച്ചാൽ മതിയില്ലേ നമ്മള്. അന്ന് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ല. മൊബൈൽ ഇറങ്ങിയ കാലല്ല, ലൈൻ ഫോണുള്ള കാല. കുണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്തു? വെറുതെ എന്തൊക്കെയോ കണ്ടിട്ട് പോയി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഹലോ എന്തായി, ശരിയായോ, പ്രശ്നങ്ങൾ സോൾവ് ആയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോൺ ചെയ്യുന്നുണ്ട്. അന്ന് ഫോൺ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ലൈൻ ഫോൺ ഉണ്ട്, മൊബൈലൊന്നും ഇറങ്ങാത്ത കാലം.
അങ്ങനെ കൊണ്ടൂർ ഉസ്താദ് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് കൊണ്ടൂർ ഉസ്താദ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ശൈഖുന ഉസ്താദ് അവറുകളെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ നിരപരാധിത്വം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദിനൊരു വിഷമവുമില്ല. പിന്നീട് അറിഞ്ഞത് ഉസ്താദ് കൊണ്ടൂർ ഉസ്താദ് അവിടുന്ന് പറഞ്ഞ സമയത്ത് ശൈഖുന ഉസ്താദിനെ അവിടുന്ന് മോചിതനാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയുന്നത്. ഈ അജാതി നോണയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഉളുപ്പില്ലാതെ നോണ പറയാ. ഈ വിറ്റകളെയും കൊണ്ട് തന്നെ കഴിയും ചെയ്യുള്ളൂ. അതിന് ഒരു വേഷവും കെട്ടിയിട്ടുണ്ട്, തലയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ട് ഹലോ ആ ശരിയല്ലേ ആ ഓക്കെ അല്ലേ ഇങ്ങനെ പറഞ്ഞതിനെക്കാട്ടിലും ഇവിടെ ഇരുന്നിട്ട് ആ ശരിയല്ലേ എന്നാണ് ചോദിച്ചാൽ പോരെ. പിന്നെ ഇങ്ങനെ ഒരു പിടുത്തത്തിന്റെ ആവശ്യമുണ്ടോ? ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താ, കഥയില് ചോദ്യമില്ല എന്നുള്ളത് തന്നെയാണ്. മരിച്ചോളം വലുതൊന്നും പറയില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറച്ചിലാണ്, പറയലോട് പറയലാണ്. എന്നിട്ടോ മരിച്ചു കഴിഞ്ഞാൽ കള്ളക്കഥകളുടെ ഘോഷയാത്രയായിരിക്കും, കള്ളക്കറാമത്തിന്റെ ഘോഷയാത്രയായിരിക്കും. ഇതൊന്നും കൂടുതൽ നമ്മൾ പറയേണ്ടതില്ല സഹോദരന്മാരെ. ഇപ്പോ ട്രോളിനുണ്ട് എന്നാ പറഞ്ഞത്, ഇപ്പൊ മൊബൈലൊക്കെ ഇറങ്ങി ട്രോളിനുണ്ട് എന്നാ പറഞ്ഞത്. ഇജാതി നോണ ഇങ്ങനെ പല്ലിക്കാട്ട് നോണ ഇങ്ങനെ പറഞ്ഞ ട്രോളിലെ മൂല്യരെ അല്ലേ? അതിന് ട്രോളിനോലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഈ നുണ പറച്ചിലൊന്നും നിർത്തിയാൽ തന്നെ നിങ്ങളെ ട്രോളിൽ നിർത്തും. ആദ്യമൊന്നും ഉസ്താദന്മാരും ട്രോൾ ചെയ്യുന്നില്ല. എന്തേ? അവര് ചെറിയ കള്ളത്തരങ്ങളൊക്കെ അറബിയിലേ പറഞ്ഞിരുന്നത്. ഇപ്പോ വലിയ വലിയ കള്ളങ്ങൾ പച്ച മലയാളത്തിലാണ് പറയുന്നത്. ആളുകൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, ഇവരുടെ കഥകൾ ഇങ്ങനെയൊക്കെയാണ്, ഇതുപോലെയൊക്കെയാണ് ഇവര് ദീനാണെന്ന് പറഞ്ഞിട്ട് പറയണത്. ഇത് എന്ത് തരത്തിലുള്ള ദീനാണെന്ന് ഇവർക്കും അള്ളാഹുവിനും മാത്രമേ അറിയുള്ളൂ. നാട്ടില് മതം വിട്ടു പോകുന്ന ആളുകൾ പെരുകുന്നുണ്ട് എന്ന് എല്ലാരും പറയും. എന്നാ ഇജാതി ആളുകള് ഇവരുടെ ഈ തള്ളലൊന്ന് നിർത്തുവോ? അതൊക്കെ ഇല്ലേനും തള്ളല് തള്ളിയും കൊണ്ടേ ഇരിക്കുക. ഏതായാലും ഈ തള്ള് കുറച്ച് പഴക്കമുള്ള തള്ളാണ്. ഇത് നമ്മള് മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, റിയാക്ടിങ് വീഡിയോസിൽ. എന്തായാലും ഇവിടെ ഒന്ന് കിടക്കട്ടെ. ഇവരുടെ തള്ളിന്റെ ഗൗരവം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.